ഹായ് ഓൾ, വെൽക്കം ടു സൈലം. ഇന്ന് നമുക്ക് SSC CGL 2025 എക്സാം പാറ്റേൺ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്, സോ എന്താണ് ഈ പറയുന്ന CGL എക്സാം? സെൻട്രൽ ഗവൺമെന്റിൽ ഒരുപാട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഇൻകം ടാക്സ്, നാർക്കോട്ടിക്സ്, CBI, സോ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, അതായത് CGL എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ എക്സാം നടക്കുക, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക, എത്ര ചോദ്യങ്ങളാണ് ഉണ്ടാവുക, അതിലോട്ട് പോയാലും റൈറ്റ്. സോ CGL എക്സാം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. മാത്രമല്ല 2 സ്റ്റേജസ് ആയിട്ടാണ് നമുക്കിവിടെ എക്സാം ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് Tier 1 ആണ്. അത് ക്വാളിഫയിങ് ആയിട്ടുള്ളൊരു എക്സാം ആണ്. Tier 1 നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Tier 2 എക്സാം എഴുതാം. Tier 2 എക്സാം ആയിരിക്കും നമ്മുടെ സെലക്ഷനെ നിർണ്ണയിക്കുന്ന, തീരുമാനിക്കുന്ന എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം Tier 1 എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. റൈറ്റ്. അപ്പോൾ Tier 1 എക്സാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 സബ്ജക്റ്റിലാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 50 ആണ്. എന്ന് പറയുമ്പോൾ ഒരു ചോദ്യത്തിന് 2 മാർക്ക് എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് കിട്ടുക. ഇനി രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. എഗെയിൻ 25 ചോദ്യങ്ങൾ, മാക്സിമം മാർക്ക് 50 തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്സ്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ അഗെയിൻ 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്സ്. സോ അതായത് ഇൻ ടോട്ടൽ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ടൈം എന്ന് പറയുന്നത് 1 അവർ ആണ്. അപ്പോൾ 100 ചോദ്യം 1 അവർ, ഒരു ചോദ്യത്തിന് 2 മാർക്ക് എന്നുള്ള രീതിയിലും. സോ 100 ചോദ്യം 200 മാർക്ക് 1 അവർ എന്നുള്ള രീതിയിലാണ് Tier 1 എക്സാം നടക്കുക. മാത്രമല്ല ഒരു റോങ് ആൻസറിനും 0.5 മാർക്ക് ഡിഡക്റ്റും ചെയ്യും. അപ്പോൾ 0.5 എന്ന് പറയുമ്പോൾ 1/4 ഓഫ് 2 എന്നുള്ള രീതിയിലാണ് ഇവിടെ മാർക്ക് ഡിഡക്റ്റ് ചെയ്യുക ഒരു റോങ് ആൻസറിന്. അപ്പോൾ Tier 1 എക്സാം ക്വാളിഫയിങ് ആണ്. അപ്പോൾ നമുക്ക് ഈ വർഷം ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ Tier 1 എക്സാം പ്രതീക്ഷിക്കാം. Tier 1 എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ Tier 2 എക്സാം എഴുതണം. സോ Tier 2 1 ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ പോസ്റ്റ് എല്ലാവരും മാൻഡേറ്ററി ആയിട്ട്, നിർബന്ധമായിട്ടും എഴുതേണ്ട എക്സാമാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ Tier 2 എക്സാമിലോട്ട് വരുമ്പോൾ പേപ്പർ 1 എന്ന് പറയുന്നത് ആക്ച്വലി 3 സെക്ഷൻസ് ആണ് ഇതിലുള്ളത്. ഓരോ സെക്ഷനിലും 2 മൊഡ്യൂൾസ് വീതമുണ്ട്. ഈ പേപ്പർ 1 എക്സാം എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ 2 സെഷൻസ് ആയിട്ടായിരിക്കും നടക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ എന്നുള്ളത്. അപ്പോൾ സെഷൻ 1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പേപ്പർ 1 സെഷൻ 1 എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ആദ്യം സെക്ഷൻ 1 ആയിരിക്കും. സെക്ഷൻ 1 2 മൊഡ്യൂൾസ് ആണ് നമുക്ക് ഉണ്ടാവുക. അതായത് മൊഡ്യൂൾ 1 ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, അതുപോലെ തന്നെ മൊഡ്യൂൾ 2 ആയിട്ടുള്ള റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ്. സോ ഇവിടെ മാത്സിൽ നിന്നും നമുക്ക് 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. റീസണിങ്ങിൽ നിന്നും നമുക്ക് 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. എന്ന് പറയുമ്പോൾ സെക്ഷൻ 1 നമുക്ക് ഇൻ ടോട്ടൽ 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് 3 മാർക്ക് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 1 60 × 3 180 ആണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. നമുക്ക് സെക്ഷൻ 1 അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 അവർ ആണ്. ഓക്കെ. അപ്പോൾ സെക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ സെക്ഷൻ 2 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സെക്ഷൻ 2 വരുമ്പോൾ നമുക്ക് നോക്കാം. സെക്ഷൻ 2 നമുക്ക് അഗെയിൻ 2 മൊഡ്യൂൾസ് ആണുള്ളത്. മൊഡ്യൂൾ 1 ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ അഗെയിൻ 45 ചോദ്യങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നിന്നും നമുക്ക് കിട്ടുക. റൈറ്റ്. അത് കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. അഗെയിൻ 25 ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ സെക്ഷൻ 1 കഴിഞ്ഞതും നമ്മുടെ സെക്ഷൻ 2 സ്റ്റാർട്ട് ചെയ്യും. അതിൽ വരുന്ന സബ്ജക്റ്റ് ഇംഗ്ലീഷും അതുപോലെ തന്നെ GAയും ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 70 ആണ്. അഗെയിൻ ഒരു ചോദ്യത്തിന് 3 മാർക്ക് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് 210 ആണ്. അപ്പോൾ സെക്ഷൻ 2 അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 അവർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ പേപ്പർ 1 2 സെഷനായിട്ടാണ് നടക്കുക എന്ന് പറഞ്ഞു. സെഷൻ 1 എടുക്കുമ്പോൾ അതിലാദ്യം സെക്ഷൻ 1 ആണ് 2 മൊഡ്യൂൾസ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ സെക്ഷൻ 2 ആണ് 2 മൊഡ്യൂൾസ്. സെക്ഷൻ 2 കഴിഞ്ഞതും പിന്നീട് നമുക്കുള്ളത് സെക്ഷൻ 3 ഒരു മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളേജ് മൊഡ്യൂളാണ്. ഇവിടെ നമുക്ക് 20 ചോദ്യങ്ങളാണ് കിട്ടുക. അഗെയിൻ ഒരു ചോദ്യത്തിന് 3 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 60 ആണ്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് യെസ് ക്വാളിഫയിങ് ആയിട്ടുള്ളൊരു
എക്സാം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സെഷൻ 1 എടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൻ 3 ഫസ്റ്റ് മൊഡ്യൂളും നമുക്ക് ഉണ്ടാവും. ഇനി ഇതിൽ ദർ വിൽ ബി എ നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1. ആർക്കൊക്കെയാണ് നെഗറ്റീവ് മാർക്കിംഗ് വരിക? അതായത് സെക്ഷൻ 1 2 മൊഡ്യൂൾസിന്, സെക്ഷൻ 2 2 മൊഡ്യൂൾസിന്, അതുപോലെ സെക്ഷൻ 3 1 മൊഡ്യൂളിന്. ഓക്കെ, നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 1 മാർക്കാണ്. പക്ഷേ ഇവിടെ നമ്മുടെ സെലക്ഷനെ നിർണ്ണയിക്കുന്നത് ഏതൊക്കെ സബ്ജക്റ്റാ? സെക്ഷൻ 1 മാത്സും റീസണിങ്ങും, അതുപോലെ സെക്ഷൻ 2 ഇംഗ്ലീഷും GAയും ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് മാത്രമാണ്. അത് നമ്മൾ ചുമ്മാ ക്വാളിഫൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? റൈറ്റ്. അതാണ് നമ്മുടെ സെഷൻ 1 എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് നമുക്കുള്ളത് സെഷൻ 2 ആണ്. സെഷൻ 2 എന്ന് പറയുമ്പോൾ 15 മിനിറ്റ്സിൻ്റെ ടെസ്റ്റാണ്. അതിൽ സെക്ഷൻ 3 മൊഡ്യൂൾ 2 ആയിട്ടുള്ള ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ടെസ്റ്റ് മാത്രമാണ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ 1 എന്ന് പറയുന്നത്. സോ പേപ്പർ 1 നിർബന്ധമായിട്ടും എല്ലാവരും എഴുതേണ്ട ഒന്നാണ് ആഫ്റ്റർ ക്വാളിഫയിങ് നമ്മുടെ Tier 1 എക്സാം. ഓക്കെ, ഇനി ഇതിൽ നമ്മുടെ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്നതും മാൻഡേറ്ററി ആണ്, ബട്ട് വാട്ട് ക്വാളിഫയിങ് ആയിട്ടുള്ളൊരു എക്സാം ആണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും അതുപോലെ തന്നെ സ്പീഡ് ടെസ്റ്റ്, ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും രണ്ടും ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്യുക. ബാക്കിയുള്ള സബ്ജക്റ്റ്, അതായത് സെക്ഷൻ 1 2 മൊഡ്യൂൾസ്, സെക്ഷൻ 2 2 മൊഡ്യൂൾസ്, അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ, സെക്യൂർ ചെയ്താലാണ് നമുക്ക് സെലക്ഷൻ ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇതാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ഇനി നമ്മൾ JSO പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ Tier 1 നമ്മൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ JSOയുടെ കട്ട് ഓഫ് നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് JSO എക്സാമിന് വേണ്ടിയിട്ട് പേപ്പർ 1 തന്നെ പേപ്പർ 2 നമ്മൾ എഴുതണം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം മാർക്ക് ഫോർ എ സിംഗിൾ ക്വസ്റ്റ്യൻ ഇസ് 2. സോ നമ്മുടെ ടോട്ടൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ അല്ലേ? ഇവിടെ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് 2 hours ആണ്. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 0.5 മാർക്സ് ആണ്. റൈറ്റ്. സോ ദിസ് ഇസ് ഫോർ JSO പോസ്റ്റുകൾ. അപ്പോൾ JSO പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് പേപ്പർ 2 ഉള്ളൂ. സോ ഇത്രയുമാണ് നമ്മുടെ CGL എക്സാമിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ ജൂലൈക്ക് ആകുമ്പോൾ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു അടിപൊളി ജോലി അല്ലേ, നമ്മൾ ഇറ്റ്സ് ക്ലോസ് ടു വാട്ട് സിവിൽ സർവൻസ്, നമ്മുടെ ഗ്രൂപ്പ് A ഓഫീസേഴ്സിനോട് ചേർന്ന് വർക്ക് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C ഓഫീസേഴ്സ് പോസ്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകളിലോട്ട് നിങ്ങൾക്കും ജോലി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറയുന്ന എക്സാമുകൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൈലം പുതിയ ബാച്ചുമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരികയാണ്. SSC CGL സെലക്ഷൻ ബാച്ച്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഓൾറെഡി 12 മാർച്ചിനാണ്. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ബട്ട് ഒന്നും വൈകിക്കണ്ട. ഇനി ആരും എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി കോണ്ടന്റ് ആയിരിക്കും നമ്മൾ ലൈക്ക് നിങ്ങളുടെ മുന്നിലോട്ട് തരുന്നത്. ഹൈ ക്വാളിറ്റി കോണ്ടന്റ് ആയിരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും ആരും ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 400+ hours ഓഫ് ലൈവ് സെഷൻസ്. അപ്പോൾ ഒരു ലൈവ് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡഡ് ആയിട്ട് ത്രൂ ഔട്ട് ദ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല ഡെയിലി 2 to 4 ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. വീക്ക്ലി 5 to 6 days നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. സോ ദ തിങ് ഈസ്, എക്സ്ക്ലൂസീവ് തിങ് ഈസ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കും. വേറെ ഒന്നും നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ എക്സ്ക്ലൂസീവ് ഫീച്ചർ എന്ന് പറയുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, സ്ലോ വൈ സൈലം എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ദ ആൻസർ ഈസ് ഹിയർ. യെസ്, ദിസ് ഈസ് വൈ സൈലം. അപ്പം നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ ഈ ഒരു SSC അല്ലെങ്കിൽ RRB അല്ലെങ്കിൽ ബാങ്കിങ് വേർട്ടിക്കൽ എന്ന് പറയുന്നത് ഏകദേശം 1 വർഷം ആവുന്നേ ഉള്ളൂ. സോ ആ 1 വർഷത്തിനിടയിൽ നടന്ന MTSഉം CGLഉം ക്രാക്ക് ചെയ്ത കുട്ടികൾ നമ്മുടെ ബാച്ചുകളിലുണ്ട്. സോ കുറച്ച് പേരുടെ പേരുകൾ മാത്രം, അല്ലെങ്കിൽ ആ ലിസ്റ്റ് മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ബട്ട് അഗെയിൻ വി ഹാവ് പ്രൂവ് ദിസ്. ഓക്കെ, സോ ഈ റിസൾട്ട് ഉണ്ട്. സോ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് കാണിക്കാനുള്ള പ്രൂഫ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കും ഈ ലിസ്റ്റിൽ വരാം. നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന തുല്യമായ ജോലിയിലോട്ട് വരാം. അതിനായിട്ട് യെസ്, ഡു ജോയിൻ SSC CGL സെലക്ഷൻ ബാച്ച്. ബൈ.